ഹലോ, എല്ലാവർക്കും സ്വാഗതം. വീണ്ടും സിമ്പിൾ പാചകത്തിലേക്ക്. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ അരിപ്പത്തിരി, മലബാറുകാരുടെ അരിപ്പത്തിരി എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാമെന്ന് ഈസിയായിട്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ നമ്മുടെ അപ്പത്തിൻ്റെ പൊടി, തീരെ കനം കുറഞ്ഞ പൊടി വേണം ഇതിന്. നല്ല വറുത്ത അരിപ്പൊടി ഈ കപ്പിന് ഞാൻ 2 കപ്പ് എടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി ഇതുപോലെ തിളച്ച വെള്ളം വേണം. ഞാൻ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഓണാക്കി ഞാൻ അരിപ്പൊടി എടുത്ത കപ്പിൽ തന്നെ 3 കപ്പ് വെള്ളം തിളയ്ക്കാൻ വെക്കുന്നു. മൂന്ന് കപ്പ് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കുന്നു. ഞാൻ ഏകദേശം അര ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട്. നമുക്ക് പത്തിരിക്ക് ഉപ്പ് വേണം. 1 ടീസ്പൂൺ കോക്കനട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ഇത് തിളച്ചതിന് ശേഷം നമുക്ക് അരിപ്പൊടിയിട്ട് കുഴച്ചെടുക്കണം. നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ചു. നമുക്ക് ഈ മാവ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കാം. ഫ്ലെയിം സിമ്മേലിട്ടേക്കണം, കുറച്ച് കട്ട കെട്ടാതെ. ഈ മാവ് നമുക്കൊന്ന് അടച്ചു വെക്കാം. ആവിയിൽ ഇന്നൊരു 3 മിനിറ്റ് വേകട്ടെ. നമുക്കിനിയും ഇതിൻ്റെ അടപ്പ് തുറന്ന് നോക്കാം. ഗ്യാസ് ഓഫാക്കാം. ഇനി നമുക്ക് ഒന്ന് ചെറിയ ചൂടോടെ കുഴച്ചെടുക്കണം. ഇച്ചിരി ചൂടൊന്ന് മാറട്ടെ. ഞാനിത് മാവ് വേറൊരു പാത്രത്തിലോട്ട് മാറുവാണ് കുഴയ്ക്കാൻ. പാത്രത്തിന് ചൂടായതുകൊണ്ട് നമുക്കിനി മാവ് കുഴച്ച് തുടങ്ങാം. നല്ല ചൂടുണ്ട്. ചൂടോടെ തന്നെ കുഴയ്ക്കണം. ഞാനിത് കുഴച്ചുകൊണ്ടിട്ട് കാണിക്കാം. നമ്മുടെ പത്തിരിയുടെ മാവ് റെഡിയായി. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. നല്ലപോലെ കുഴയ്ക്കണം. നല്ലപോലെ അമർത്തി കുഴച്ചെടുത്ത് വെച്ചേക്കുവാണിത്. നല്ല ചെറിയ ചൂടോടാണ്. കൈയൊക്കെ നല്ല ചുമന്ന ചൂടോട് തന്നെ വേണം കുഴയ്ക്കാൻ. ഇച്ചിരി സ്വല്പം വെള്ളം അടുക്കി വെച്ചാൽ തൊട്ട് കുഴയ്ക്കുക, കൈ പൊള്ളാതെ. നമുക്കിനിയും പത്തിരി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു ബോൾ കുറച്ച് മാവെടുത്ത് വലിപ്പത്തിനനുസരിച്ച് അരിപ്പൊടി മുക്കുക. നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കുക. കനം കുറച്ച് വേണം പരത്താൻ. നിങ്ങൾ സൈഡൊന്നും നോക്കണ്ട. നമുക്കിത് വട്ടത്തിൽ മുറിച്ചാണ് എടുക്കുന്നത്. ഞാൻ അരിപ്പൊടി ആയതുകൊണ്ട് നമുക്ക് ആ ഷേപ്പ് കിട്ടാൻ. നല്ലപോലെ വാട്ടി കുഴച്ചാൽ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. മുറിഞ്ഞൊന്നും പോകത്തില്ല. ഞാനിപ്പം ഇതുപോലൊരു ഡബ്ബ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വക്ക് വെച്ചാണ് ഇനി റൗണ്ട് ആക്കുന്നത്, ഒരു ഷേപ്പിന് വേണ്ടി. നമുക്ക് ബാക്കി മാവ് നമ്മൾ ഇത്രയും വലിയ കട്ടറൊന്നും ഇല്ല, അതുകൊണ്ട് ഈ ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇതിലും വലുതുണ്ടെങ്കിൽ ഇതിൽ എടുക്കാം.
തവ അടുപ്പിൽ വെച്ച് ചൂടായി കിടക്കുവാണ്. അതിലേക്ക് നമുക്ക് ഈ പത്തിരി ഇടാം. നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ വലിപ്പമൊക്കെ നമ്മുടെ ഇതനുസരിച്ച് ഞാനൊരു റൗണ്ടിന് വേണ്ടിയാണ് ഇങ്ങനെ മുറിച്ചെടുത്തത്, ഫോട്ടോയിൽ കാണിക്കാൻ നിങ്ങളെ. അല്ലെങ്കിൽ നമുക്ക് മുറിക്കാതെ തന്നെ കഴിക്കാം, ചുട്ടെടുക്കാം. നല്ല പൊങ്ങി വരും ഇങ്ങനെ നല്ല. ഞാൻ ഇതുപോലെ എല്ലാം പരത്തി ചുട്ട് നിങ്ങളെ കാണിക്കാം. പത്തിരിയുടെ വലിപ്പം കൂട്ടുന്നതോ കുറയ്ക്കുന്നതോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. നല്ല പത്തിരി ഇങ്ങനെ കുടുന്ന് വരും, നല്ല സോഫ്റ്റാണ്. പിന്നെ നമുക്കിങ്ങനെ ഓരോ പത്തിരിയും ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് പത്തിരിയും റെഡിയാകുന്നു. നമ്മുടെ സിമ്പിൾ പാചകത്തിലെ പത്തിരി റെഡിയായി. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയാണ്. നല്ല സോഫ്റ്റ് പത്തിരി, കോഴിക്കറിയും കൂട്ടി, നല്ല സൂപ്പർ കോഴിക്കറിയും കൂട്ടി. ഇത് പത്തിരിക്ക് കോമ്പിനേഷൻ കോഴിക്കറിയാണ്. അത് കൂട്ടി കഴിക്കുക. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.